ഞാൻ ഈ സഭയിലേക്ക് ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. ഇവിടെ കേൾക്കപ്പെട്ട ഹൃദയസ്പർശിയായ ക്രിസ്തീയ ഭക്തിഗാനവും അതിനെ തുടർന്ന് ദൈവമക്കൾ എഴുന്നേറ്റ് 2023 ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് വളരെ ആത്മാർത്ഥമായി പ്രസ്താവിച്ച അനുഭവ സാക്ഷ്യങ്ങളും 2023 ദൈവം ആയുസ്സിനെ നീട്ടി നൽകുന്നെങ്കിൽ ദൈവത്തിനു വേണ്ടി ഒരു സമർപ്പിത ജീവിതം നയിക്കണം എന്നുള്ള അകമഴിഞ്ഞ ആഗ്രഹത്തിൻ്റെ വാക്കുകളും എന്നെ വളരെ സന്തോഷിപ്പിക്കുകയുണ്ടായി. ഈ കഴിഞ്ഞ ചില മാസങ്ങൾ പ്രിയപ്പെട്ട ദൈവദാസനോടും ഈ സഭയിലെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും ചേർന്ന് പല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ സഹോദരിമാരോട് ചേർന്ന കർത്താവിൻ്റെ വേലയിൽ ദൈവം എളിവനായിരിക്കുന്ന എനിക്ക് നൽകിയ കൃപാവരങ്ങളിൽ നിന്നുകൊണ്ട് ആത്മാർത്ഥമായി സാക്ഷ്യം പറയുവാനും കർത്താവിൻ്റെ വേല ചെയ്യുവാനും ഇടയായി എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുകയാണ്. സംഭവ ബഹുലമായ അല്ലെങ്കിൽ കലാപ കലുഷിതമായ സുഖദുഃഖ സമ്മിശ്രമായ 2023 എന്ന വർഷത്തിന് തിരശീല വീഴുവാൻ ഏതാനും ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ പതിയിരിക്കുന്ന 2024 എന്ന വർഷത്തിൻ്റെ തിരശീല അനാവരണം ചെയ്യുവാൻ ഏതാനും ചില മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 2023 ഒടുവിലത്തെ മണിക്കൂറുകളിലേക്കും 2024 തുടക്കത്തിന്റെ മണിക്കൂറുകളിലേക്കും വന്നെത്തി നിൽക്കുന്ന നമ്മുടെ ഏതാനും ചില മണിക്കൂറുകളുടെ ഒരു അളവിലാണ് ഇന്ന് നാം ഇവിടെ കർത്താവിനെ ആരാധിപ്പാനും സാക്ഷ്യം പറയുവാനും കടന്നു വന്നത്. എന്നെ സംബന്ധിച്ച് ഈ സഭയിൽ ഇന്ന് കടന്നു വന്നത് വലിയ ഒരു അനുഗ്രഹത്തിനും അനുഭവത്തിനും കാരണമായി എന്നുള്ളത് വലിയ സന്തോഷത്തോടുകൂടെ ഓർക്കുകയാണ്. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം എൻ്റെ കൺമുൻപിലുണ്ട്. ഈ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം ചുരുക്കമായി പറയാം. സുദീർഘമായ ഒരു അനുഭവ സാക്ഷ്യമാണ് എനിക്ക് ഉള്ളത് എങ്കിലും അത്ര ദീർഘമായ ഒരു സാക്ഷ്യം പറയുവാൻ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ സമയമില്ല. വചനത്തിൽ നിന്നും നമുക്ക് അല്പം കേൾക്കണം എന്നുള്ളതുകൊണ്ട് അനുഭവ സാക്ഷ്യത്തിന് വേണ്ടി മാത്രം ഞാൻ ഒരു ഭാഗം വായിച്ച് മറ്റൊരു ഭാഗത്തു നിന്നും ബാക്കി സമയം ഒരു ദൂത് സംസാരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 2024 നമ്മൾ എങ്ങനെ മുൻപോട്ട് പോകണം, എന്താണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഫിലേമോന്റെ ലേഖനത്തിൽ നിന്നും അനുഭവ സാക്ഷ്യത്തിന് വേണ്ടി ഞാൻ ഒരു 1-2 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. ഫിലേമോന്റെ ലേഖനം ഒരു അധ്യായമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അതിന്റെ 10-11 വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കുന്നു. ഫിലേമോന്റെ ലേഖനം. തടവിൽ ഇരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുൻപേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ ആയിരുന്നു. ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. ഒരു പ്രയോജനവും ഇല്ലാത്ത മനുഷ്യരെ നല്ല പ്രയോജനമുള്ളവരാക്കി തീർക്കുന്നതാണ് സുവിശേഷം. എനിക്കും നിനക്കും പ്രയോജനമുള്ളവനാണ് ഒനേസിമോസ് എന്നല്ല, എനിക്കും നിനക്കും നല്ല പ്രയോജനമുള്ളവനാക്കി ഞാൻ അവനെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ പാപത്തിൽ ജനിച്ച പാപത്തെ പാലുപോലെ കുടിച്ചുകൊണ്ട് ലോകത്തിൽ പലായനം ചെയ്യുന്ന മാനവവർഗത്തെ ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരിലൂടെ സുവിശേഷത്താൽ
ഒരു വ്യക്തിയെ വീണ്ടും ജനിപ്പിക്കുമ്പോഴാണ് അവൻ ദൈവത്തിന്റെ പൈതലായി മാറുന്നത്. അവനാണ് ദൈവത്തിനും മനുഷ്യർക്കും ഭവനത്തിലും എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു മകനായി തീരുകയുള്ളൂ. റോമൻ ജയിലിന്റെ അകത്തളത്തിൽ ന്യായപ്രമാണം സംബന്ധിച്ച്, തിരുവെഴുത്ത് സംബന്ധിച്ച്, ആത്മീക വിഷയം സംബന്ധിച്ച് വിസ്തരിക്കാൻ വേണ്ടി തടവിലായിരിക്കുന്ന ഒരു വിചാര തടവുകാരനായിരിക്കുന്ന പൗലോസിന്റെ അതേ ഷെല്ലിൽ ഫിലേമോന്റെ വീട്ടിൽ അടിമവേല ചെയ്തിരുന്ന ഒനേസിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു മോഷണം നടത്തിയിട്ടാണ് ഒരു പക്ഷേ നാട് വിട്ടത്. എന്നാൽ പോലീസിൽ പരാതി കൊടുത്തപ്പോൾ പോലീസ് ഒനേസിമോസിനെ തൊണ്ടി സഹിതം പിടിച്ച് അദ്ദേഹത്തെ കൊണ്ടുവന്ന് വിസ്തരിച്ച് ശിക്ഷിക്കുന്നതിന് വേണ്ടി റോമൻ ജയിലിൽ അടച്ചപ്പോൾ അദ്ദേഹം ചെന്നു വീണത് പൗലോസ് എന്ന് പറയുന്ന സഞ്ചരിക്കുന്ന ദൈവജനത്തിന്റെ സർവകലാശാലയുടെ മുമ്പിലായിരുന്നു. പൗലോസിന്റെ അടുക്കൽ ഒനേസിമോസുമായിട്ട് ചില മണിക്കൂറുകൾ പരിചയപ്പെട്ടപ്പോൾ പൗലോസിന് തന്റെ പാണ്ഡിത്യത്തെ കുറിച്ചോ പാരമ്പര്യത്തെ കുറിച്ചോ ഒന്നും പറയാനില്ല. തനിക്ക് പറയാനുള്ളത് രക്ഷകനായ യേശുവിനെ കുറിച്ച് മാത്രമാണ്. നിന്റെ ഈ ദുസ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തി നിന്നെ ദൈവത്തിനും സമൂഹത്തിനും കുടുംബത്തിനും സഹജീവികൾക്കും പ്രയോജനമുള്ളവനാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. അത് ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷമാണ്. എന്നെ ഞാനാക്കി മാറ്റിയ ഒരു സുവിശേഷമാണ് ഈ സുവിശേഷം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പങ്കുവച്ചപ്പോൾ യേശുക്രിസ്തു ഈ ഒനേസിമോസിന്റെ ഉള്ളിൽ ഉരുവായി ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് വന്നു. ഒനേസിമോസ് വിചാരണ തടവ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങി. ഒരുപക്ഷെ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കാം. അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ യജമാനായിരിക്കുന്ന ഫിലേമോൻ ഇടപെട്ട് അവനോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് വിട്ടിരിക്കാം. അല്ലെങ്കിൽ അവൻ ചെയ്ത ആ മോഷണത്തിന്റെ അളവിനനുസരിച്ചുള്ള പണം, ഈ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, പണം എന്ന് പറയുന്നത് ഞാൻ തന്നു തീർത്തോളാം, ആ കടം ഞാൻ തന്നു തീർത്തോളാം, ആ കടം എന്റെ പേരിൽ കണക്കിട്ട് കൊടുക്കുക. അവൻ വീണ്ടും ജനിച്ചവനാണ്, അവൻ പ്രയോജനമുള്ളവനാണ്, ദൈവപൈതലാണ്. അവരെ തിരിച്ചയക്കുകയാണ്. തിരിച്ചയക്കപ്പെട്ടപ്പോൾ അവൻ ഒരു പുതിയ സൃഷ്ടിയായിട്ടാണ് വന്നത്. പ്രയോജനമില്ലാതിരുന്ന വീട്ടുകാർക്ക്, നാട്ടുകാർക്ക്, ദൈവത്തിന്, സമൂഹത്തിന് വേണ്ടാതിരുന്ന, തലവേദനയായിരുന്ന, കൊളരുതാത്തവനായിരുന്ന ഒനേസിമോസ് ജീവനുള്ള സുവിശേഷത്താൽ പിടിക്കപ്പെട്ടപ്പോൾ പുതിയ സൃഷ്ടിയായി മാറി. ഇതാണ് എനിക്ക് പറയാൻ. ഞാനൊരു വിശ്വകർമ്മ ആശാരി കുടുംബത്തിൽ, മരയാശാരി കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടയാളാണ്. വാസ്തവത്തിൽ യേശുക്രിസ്തു തച്ചനാണ്, ഞാനും തച്ചനാണ്. പക്ഷെ ഞങ്ങൾക്ക് തമ്മിൽ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ട് ധ്രുവങ്ങളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഉന്നതമായ ജീവിതത്തിന്റെ പന്ഥാവിലൂടെയാണെങ്കിൽ ഈ ആശാരി സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അഴുക്കുചാലിലൂടെ ആയിരിക്കും. ഇതാണ് ഞങ്ങൾ തമ്മിൽ ഉള്ള വ്യത്യാസം. ആശാരിപ്പണി മാത്രമായിരുന്നു ജീവിതത്തിന്റെ ഉപജീവനത്തിന്റെ മാർഗം. അച്ഛനും അമ്മയ്ക്കും കൂടി ഞങ്ങൾ 6 മക്കൾ. ആണെങ്കിൽ മൂത്ത മകൻ ഞാൻ. 14-ാമത്തെ വയസ്സിൽ അച്ഛന്റെ കൂടെ കൊച്ചിലെ തച്ചപ്പണിക്ക് മെച്ചമായി ജീവിക്കാൻ ഇറങ്ങി തിരിച്ച ഒരു തച്ചനാണ് ഞാൻ. സാഹിത്യ ഭാഷയൊക്കെ എന്നത് അവരുടെ വരൂ. അങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ സ്ഥാനങ്ങളിൽ കുറ്റിവെപ്പ്, തറക്കല്ലിടിയിൽ, തറപ്പണിയൽ, അതുപോലെ തന്നെ വാനമാന്തൽ, കട്ടളവെപ്പ്, ഉത്തരംകേറ്റ്, ഓടുവെപ്പ്, അതുപോലെ തന്നെ മേച്ചിൽ, പെരേപ്പാർക്കൽ തുടങ്ങിയ ഒരു 8 ഘട്ടങ്ങളിലെങ്കിലും കുടിക്കാൻ കിട്ടും. അങ്ങനെ ആദ്യം ഒരു ഒരു ഗ്ലാസ് കുടിച്ചു, പിന്നെ 3/4 ഗ്ലാസ് കുടിച്ചു, പിന്നെ 1 ഗ്ലാസ് കുടിച്ചു, പിന്നെ ലഹരിയിലാതെ വന്നപ്പോൾ 1-ആയോ 1.5-ആയോ 2-ആയി, പിന്നെ ഷാപ്പിൽ കിടപ്പായി. അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാൻ തോന്നുന്നുണ്ടേ. ചായ ഗ്ലാസ് വീഴ്ച പെട്ടതുപോലെ രക്ഷപ്പെടാൻ യാതൊരു നിവൃത്തിയില്ല. അങ്ങനെ കള്ളിൽ യാതൊരു ലഹരിയിലാവുന്നു. പിന്നെ ഉത്തരംകേറ്റും കഴിഞ്ഞ് പെരേപ്പാർക്കിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇതിന്റെ നിറം മാറി ചോപ്പനായി. ചോപ്പൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ബ്രാൻഡി. നാടൻ ചാരായം കള്ള് കഴിഞ്ഞതിന് ശേഷം എനിക്കിഷ്ടം നാടൻ ചാരായമായിരുന്നു വാറ്റ്. അപ്പോ
അങ്ങനെ വാറ്റടിച്ചിങ്ങനെ മുമ്പോട്ട് പോയ സമയത്ത് കുടിച്ചില്ലെങ്കിൽ കൈകാലുകൾ പറയും. അപ്പോൾ ഒരു കുപ്പി, ആ കുപ്പിക്ക് അരക്കുപ്പി മേടിച്ചുകൊണ്ട് പോകും. 5 രൂപ കൊടുത്താൽ മതി. ഒരു പച്ചിലയൊക്കെ പറിച്ചൊരു കോർക്കൊക്കെ ഉണ്ടാക്കി അതിനകത്തിട്ട് ഒരു ഭാഗത്തൂടെ ചുറ്റിക മട്ടം പോലെ കൊട്ടോടി, അതിന്റെ ഒരു സൈഡിൽ ഒരു കുപ്പിയാണ്. കാജാബീഡിയായിരുന്നു എന്റെ ബ്രാൻഡ്. കാജാബീഡി വലിച്ച് കവളൊക്കെ സോഡ കുപ്പി പോലെയാണ്. കവള് സോഡ കുപ്പി പോലെയാണ്. ഇത് പുക കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കയ്യിൽ വെച്ചൊന്ന് ഞാൻ കണ്ടിട്ട് ശമിച്ചിട്ടാണ് വിളിക്കുക. ഇത് വലിച്ച് അതിൽ നിന്ന് വേറെ കത്തിക്കും. തീപ്പെട്ടിക്കുള്ളി ഒരെണ്ണം കളയാൻ മടിയനായതുകൊണ്ട് ഒരു പീടിയിൽ നിന്ന് മറ്റൊരു പീടി കത്തിച്ചില്ല. 3 പൊതി കാജബീഡി ഒരു ദിവസം. വെള്ളക്കാജ എന്ന് പറയും. 2 സൈസ് ഉണ്ട്. അങ്ങനെ നല്ല പണിക്കാരനായിരുന്നു. വീട്ടിലൊക്കെ ഇങ്ങനെ പിടപ്പിച്ച് ഇങ്ങനെ പണിയുന്നതായ സമയത്ത് അത് കഞ്ഞി കുടിക്കാറായി 10 മണിക്കെന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് മൂത്രമൊഴിച്ചിട്ട് വരണമെന്ന് പറഞ്ഞ് ഈ കുപ്പി പതുക്കെ എടുത്തോണ്ട് പോയിട്ട് 2-3 കവള് കുടിച്ചിട്ട് തവള വെച്ചിട്ട് പോകും. ഇനി കഞ്ഞി കുടിക്കുമ്പോൾ സ്പൂണിങ്ങനെ പതക്കി ചുണ്ടത്തെത്തിയാൽ അവിടെ വൃത്തിയാച്ച് ചുട്ടി കുത്തി പോലെ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നു ഒരു 10 മിനിറ്റ് വിശ്രമം ഉണ്ട്. അതിന് 2-3 വീട് വലിച്ചതിന് ശേഷം വീണ്ടും കട്ടളയോ തേക്കലൊക്കെ പണി ആരംഭിക്കുകയാണ്. ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കവർ വിളിക്കുമ്പോഴും അങ്ങനെ തന്നെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് പുളിയ സാധനങ്ങൾക്ക് അവിടെ പെറുക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കുപ്പിയിലെ തീരും. ആ കുപ്പി ഒക്കത്ത് വെച്ചുകൊണ്ട് പിന്നെ വരും. 3-4 സ്ഥലത്ത് ഇങ്ങനെ കയ്യാലമാട്ടയുടെ ഒക്കെ വെച്ചിരിക്കുകയാണ്. കൊച്ചുമണിക്ക ഇന്ന് എന്നെ ഒന്ന് സന്ദർശിക്കുന്നില്ലേ? അവിടെ ഒരു 50 പൈസ കൊടുത്തു, കാലടിച്ചു. ഒരുമിച്ച് കുടിച്ചു കഴിഞ്ഞാൽ തീരുവിലെന്ന് ഓർത്ത് 50 പൈസ 50 പൈസക്ക് അടിച്ചിട്ട് എവിടെയെങ്കിലും കാനയിലായിരിക്കും പിന്നത്തെ ഇത്, അല്ലെങ്കിൽ വെട്ടുറോഡ്. രാത്രി തടികയറ്റി പോകുന്ന ലോറിക്കാരൻ തവള കയറി ചത്തതുപോലെ ചാകടലിനോർത്ത് കയ്യകാലം പിടിച്ച് കാനയിലേക്ക് ഒറ്റയേറാം. പിന്നെ കിടപ്പ് കാനയിലാണ്. അപ്പൊ അവിടെ നിന്നും നേരം വെളുത്ത് എഴുന്നേറ്റ് വീട്ടിൽ പോയി വേഗം കല്ല് തേച്ച് ഒന്നും കഴിക്കാറില്ല. മോരും തൈരൊന്നും എനിക്ക് വേണ്ട, കാരണം ലഹരി കുറയുന്ന ഒരു സാധനം ഞാൻ കഴിക്കാറില്ല. അങ്ങനെ വീട്ടിൽ വന്ന് ഒരു ദിവസം പണിക്ക് പോകും. അങ്ങനെ കിട്ടുന്ന കാശ്, ജയന്റെ പടമായിരുന്നു ഏറ്റവും വലിയ ഇഷ്ടം, ജോസ് പ്രകാശ് ജയൻ. അങ്ങനെ കിട്ടുന്ന കാശ് മുഴുവൻ കള്ളടിക്കും, സിനിമാ തിയേറ്ററിൽ പോകും, അവിടെ തല്ലുണ്ടാക്കും, പോലീസ് പിടിക്കും. അങ്ങനെ 40-ലധികം പോലീസ് സ്റ്റേഷനിൽ മാസ് പെറ്റീഷനിങ് കേസായിട്ട് അവിടെ കിട്ടും. അവസാനം പോലീസുകാരെ പിടിക്കാതെ നമുക്ക് പണിയുണ്ടാക്കുന്ന അവനെ വേണ്ട, വിട്ടുകളാ, പോലീസുകാർക്കും വേണ്ട. അപ്പൊ എന്നെ നന്നാക്കാൻ വേണ്ടി, കുടി കഴിഞ്ഞ പ്രശ്നമാണ്. അപ്പൊ എന്നെ നന്നാക്കാൻ വേണ്ടി വീട്ടുകാരെന്ത് ചെയ്തു? മൃത്യുഞ്ജയ ഹോമം, ഗണപതി ഹോമം, പൂജ, വഴിപാട്, മൈക്കോതെറാപ്പി ചികിത്സകളൊക്കെ നടത്തി 41 ദിവസം എന്നെ പിടിച്ചിരുത്തി ഈ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവര് നന്നായിട്ട് 4 കൂട്ടി മുറുക്കുകയും അതിലൊരു പൂജാരി വലിക്കുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് ചിന്താധികാരനായിരുന്ന, കമ്മ്യൂണിസ്റ്റ് ഇന്നില്ല കേട്ടോ, അന്നത്തെ പാർട്ടി. ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീ പാർട്ടിയാണെന്നേ പറയുള്ളൂ. അതൊരു പാർട്ടി ഇഷ്ടമല്ല, ഒരു പാർട്ടി തന്നതല്ല. അപ്പോ അങ്ങനെ നന്നാക്കിയപ്പോ എനിക്ക് തോന്നി ഇവര് ബീഡിയും വലിക്കും, വെറ്റിലെ മുറുക്കും, ഇടയ്ക്ക് നിവേദിക്കുന്ന കള്ളും ചാരാൻ ചിരട്ടയിൽ ഒഴിച്ചിട്ട് ഇത് അവസാനം ഇവരും കുടിക്കും. ഇങ്ങനെയുള്ള ആളുകൾ എന്നെ കുടി മാറ്റുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിച്ചു. അത് തദൈവയാണ് പ്രശ്നങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ അവിടുന്ന് 86-ൽ ഒരു വെട്ടുകേസിൽ പ്രതിയായി ഇഞ്ചക്കുട്ടിയിൽ നാടുവിട്ട് പാണത്തൂര് അടുത്ത്, കാസർഗോഡ് പാണത്തൂര് അടുത്ത് കൊടകിന്റെ അതിർത്തിയിൽ പോയി ഒരു അമ്മാവന്റെ വീട്ടിൽ താമസിച്ചു. അപ്പൊ ആരോ പറഞ്ഞു കേട്ടു, വിവാഹം കഴിഞ്ഞ ഒരു കുട്ടിയൊക്കെ ആയ നല്ല മനുഷ്യനായി തീരുന്നില്ല. അപ്പൊ ഞാൻ അവിടെ താമസിക്കുമ്പോ അമ്മാവന്റെ മകളോട് ഞാൻ ചോദിച്ചു, എന്നെ കല്യാണം കഴിക്കാവോ? ഇനി നിങ്ങളെ ഞാനല്ലല്ലോ കല്യാണം കഴിക്കും, നിങ്ങൾ എന്നെയല്ലേ, പുരുഷൻ സ്ത്രീയല്ലേ ഞങ്ങളുടെ നാട്ടിൽ കല്യാണം കഴിക്കുക. ഓ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പനത്തടി പഞ്ചായത്തിൽ പോവാം. അപ്പൊ അവിടെ കള്ള് മേടിച്ചു കൊടുത്തിട്ട് 3-4 പ്രായമുള്ളവരെ ചട്ടം കെട്ടി അവിടെ ചെന്നൊരു ഫോം മേടിച്ച് പൂരിപ്പിക്കാൻ കൈവറയ്ക്കുന്നതുകൊണ്ട് ചായക്കടക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, മണിപ്പുറമിലെ വയസ്സ്, അവളുടെ മുക്കളാവിൽ കുഞ്ഞമ്പു മകൾ ജാനകി, പേരൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുത്തു, വിവാഹം നടത്തി. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും ചെലവ് ചെയ്യണം. അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളോട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, നിങ്ങൾ മുമ്പോട്ട് പൊക്കോ, ഞങ്ങളൊന്ന് യൂറിൻ പാസ് ചെയ്താന്ന് പറഞ്ഞു തൊട്ടടുത്ത് പോയിട്ട് ആവശ്യത്തിനടിച്ചിട്ടാണ് പിന്നെ പോയത്. വണ്ടി വാഹനമൊന്നുമില്ല. 2-3 കിലോമീറ്റർ ഞങ്ങൾ കെട്ടിയോലൊക്കെ ഞങ്ങൾ നടന്ന് വർത്താനൊക്കെ പറഞ്ഞു വന്നു. അങ്ങനെ വീടിനടുത്ത് ഇങ്ങനെ താമസിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പാർട്ടി ഒഴുക്കിൽപ്പെട്ടു, തല്ലുണ്ടായി. അങ്ങനെ കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് പോലീസ് പിടിച്ചു. അതിനുശേഷം പിന്നെ രാജപുരം പോലീസിലേക്ക് മാറി. രാജപുരം പോലീസായിട്ടുള്ള അന്നേരത്തെ SI പുതുക്കാട് നിന്ന് മാറിപ്പോയ ആളായിരുന്നു. പിടികിട്ടാ പുള്ളിയായി എന്നെ പിടിച്ചതൊക്കെ
അങ്ങനെ അവിടുന്ന് തൃശ്ശൂർ ജില്ലയ്ക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ട് പറഞ്ഞു, തൃശ്ശൂർ വിചാരണ ചെയ്യണം ഇയാളെ, വേഗം ഇവിടുന്ന് ഞങ്ങൾ കയറ്റി വിടുകയാണ്, നിങ്ങൾക്ക് ഇയാളെ ഇവിടെ വിചാരണ ചെയ്യാൻ പറ്റുകയാണ്. അങ്ങനെ 91 തിരിച്ചു വിട്ടു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 91 നവംബർ മാസം നാടിപ്പാറ കോളനി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വീട്ടിൽ കയറ്റിയില്ല, പൊക്കോളാൻ പറഞ്ഞ് ആറ്റി ഓടിച്ചു. അങ്ങനെ നാടിപ്പാറ കോളനിയിൽ സഹാക്കൾ ഞങ്ങൾക്ക് ഒരു ഓലമേഞ്ഞ വീട്, ഓല മടഞ്ഞത് കുത്തിച്ചാരി ഒരു വീട് ഉള്ളത്. അവിടെ വെച്ച് എനിക്ക് തോന്നി ഏതായാലും ഇങ്ങനെ ജീവിച്ചു പോകുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. ഭാര്യ പറയായിരുന്നു, ഭ്രാന്തൻ പൊട്ടൻ, ഇയാളെ കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ല, ചത്തുപോയെങ്കിൽ പാമ്പ് കടിച്ചിട്ടുള്ളായിരുന്നു. പലപ്പോഴും കള്ളു കുടിച്ച് പാമ്പ് കാട്ടിൽ കിടന്നിട്ടുണ്ട്, പക്ഷെ പാമ്പ് എന്തോ വഴിമാറിപ്പോയി എന്നിൽ നിന്ന് സ്റ്റോർ ചെയ്തേണ്ടി വന്നെങ്കിലും ഉറച്ചിട്ടായിരിക്കും. മുറുക്കം പാമ്പ് രാജവമ്പാലയൊക്കെ ഒരു പക്ഷെ എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെക്കാൾ രക്ഷയാക്കോ എന്ന് വിചാരിച്ച് വഴിമാറിപ്പോയതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുക. അപ്പോൾ ആ കാട്ടിൽ കിടന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. അവസാനം ഭാര്യയെ മോളെ ഞാൻ കൊന്നിട്ട് മരിക്കാമെന്ന് വിചാരിച്ചു. 91 നവംബർ 20 നവംബർ 19 വീടിന് തീ വെച്ചു. അവള് ചാടി ഓടി രക്ഷപ്പെട്ടു. ആ ഡിപ്രഷനായിരിക്കാൻ കാരണം ചാടി ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ നാട്ടുകാരെന്നെ പിടിച്ചു, തെങ്ങേൽ കെട്ടിയിട്ട് അവർക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി 8 വയസ്സുകാരൻ പോലും തല്ലിയിട്ടുണ്ടെന്നാണ് എന്നോട് അന്ന് പറഞ്ഞു. 8 വയസ്സുകാരൻ പോലും തല്ലി അവസാനം കെട്ടഴിച്ചു. പോലീസിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അയാളെ വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടുപോകും. പോലീസുകാരെ ഞങ്ങൾക്ക് വേണ്ട, പോലീസുകാർക്ക് പോലും വേണ്ട. അങ്ങനെ എന്നെ തിരിച്ച് വീട്ടിലേക്ക് അയച്ചു. അങ്ങനെ വീടിന്റെ അടുത്ത് ആശാരിമാരെ പണിയെടുക്കുന്ന ഷെഡിനകത്ത് ചാക്ക് വിരിച്ച് തൽക്കാലം കിടന്നു. വഴിയെ പോകുന്നവർ ഓരോ ചിലർക്ക് ചാരായതൊന്നും കുറിച്ചില്ലെങ്കിൽ വിറയ്ക്കും, മുണ്ടുമടക്കി കുത്താൻ വിഷമമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇഞ്ചക്കുന്ന് ഗ്രാമസുവിശേഷികളുമായി ബന്ധപ്പെട്ട് കോടാലിയിൽ നിന്നും പാസ്റ്റർ പി ടി ഓമനക്കുട്ടൻ, കുറ്റിച്ചിറ താമസിക്കുന്ന ടി.പി. വർഗീസ് പാസ്റ്റർ, ഇവർ രണ്ടുപേരും ഗ്രാമസുവിശേഷികളോട് ബന്ധപ്പെട്ടു. അങ്ങനെ വന്നു. അവര് തന്ന ഒരു ട്രാക്റ്റാണ് അച്ചായ ഇനി കുടിക്കരുത് എന്നുള്ള ട്രാക്ട്. അച്ചായ ഇനി കുടിക്കരുത് എന്നുള്ള ട്രാക്ടിന്റെ ഫ്രണ്ടിൽ ഒരു വൈക്കോൽ കൂന കത്തുന്നതും, ഒരു സ്ത്രീ ഒരു മനുഷ്യന്റെ കാലിൽ കുമ്പിട്ട് മുട്ടുകുത്തി നിൽക്കുന്നതും, 2 കുഞ്ഞുങ്ങൾ ഈ തീയുടെ അടുത്ത് ഇങ്ങനെ കിടക്കുന്നതും, ഈ കുടിയനായ മനുഷ്യന്റെ തലയിൽ ഒരു വട്ടക്കെട്ട്, ഇവിടെ ഒരു ബീഡി, ഒരു ചെരവി, ഒരു പൈപ്പിൽ ഇങ്ങനെ പിടിച്ച് തോകി പിടിച്ചിരിക്കുക, ഭാര്യ തല്ലിക്കൊല. വാസ്തവത്തിൽ ഞാൻ കുറെ നോക്കി. ഞാൻ നല്ലൊരു കലാകാരനും ശില്പിയും കൊത്തുപണിക്കാരനാണല്ലോ, ആർട്ടിസ്റ്റ് വരയ്ക്കുകയൊക്കെ ചെയ്യും. ഞാൻ കുറെ നേരം ഈ കങ്കാസേന നല്ല കളർ ചിത്രം തിരുവല്ല പ്രസ് അടിച്ചതാ നോക്കിക്കഴിഞ്ഞപ്പോ ഈ കെ പി യോഹനാൻ എങ്ങനെ എന്ത് ചിത്രം കിട്ടിയത് എന്നെനിക്ക് തോന്നിപ്പോയി. ദൈവം വരപ്പിച്ചതായിരിക്കാം. എന്റെ പ്രിയമുള്ളവരെ, ദൈവം തമ്പുരാൻ ഒരുത്തിനെ വ്യത്യാസം വരുത്തണം തോന്നിയ ചിത്രങ്ങളിലൂടെ അവരെ സന്ദർശിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കുറെ നേരം നോക്കി തുറന്നു വായിച്ചു കഴിഞ്ഞപ്പോ മനോഹരമായ ബാനർ പോലെ 4 വരി മഞ്ഞ, ചുമപ്പ്, നീല ഇങ്ങനെയുള്ള കളർ. അപ്പൊ അതിനകത്ത് അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, മനുഷ്യൻ, ഈ ലോകത്തിൽ കാണുന്ന സകല മനുഷ്യരും ഒരു കുടുംബത്തിൽ പിറന്നവരാണ്. അത് ഞാൻ നോക്കിയപ്പോ ശരിയാ. കള്ളഷാപ്പിൽ മാത്തുക്കുട്ടിയുണ്ട്, റസാക്കുണ്ട്, ആശാരിയുണ്ട്, കൊല്ലനുണ്ട്, തട്ടാനുണ്ട്, ജട്ടിയുണ്ട്, പട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ നോക്കി കഴിഞ്ഞപ്പോ മനുഷ്യരെല്ലാം ഒരു കുടുംബത്തിൽ പിറന്നവരാണല്ലോ. ജയിലിൽ ചെന്നപ്പോഴും അങ്ങനെ തന്നെ പിടികിട്ട പുള്ളികളുടെ പേരിൽ. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എല്ലാവരും ഒരു കുടുംബത്തിൽ പിറന്നവരാണ്. രണ്ടാമത്തെ കാര്യം അതിനകത്ത് എഴുതിയിരിക്കുന്ന മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന പാപമാണ്. അതുകൊണ്ട് ശരീരത്തിന്റെ മുകളിൽ ചന്ദനപ്പൊടി തേച്ചത് കൊണ്ടോ, കുരിശു വരച്ചത് കൊണ്ടോ, കുമ്പസാരിച്ചത് കൊണ്ടോ, മല കയറിയത് കൊണ്ടോ, ദേഹത്തെ ദണ്ഡിപ്പിച്ചത് കൊണ്ടോ, ഇതുകൊണ്ടൊന്നും അകത്തെ പ്രശ്നം മാറാനായിട്ട് പോകുന്നില്ല. പഞ്ചസാര ഭരണിയുടെ പുറത്ത് ഇത് ചുരുടാൻ എഴുതി വെച്ച ഉറുമ്പ് വിടുകയല്ല, ഉറുമ്പിനറിയാം അതിനകത്ത് ചെന്ന് വിടുക തന്നെ ചെയ്യും. ഇതുപോലെ ഈ അകത്ത് മാറ്റം വരാതെ, വീണ്ടും ജനിക്കാതെ, പുതിയൊരു സൃഷ്ടിയാതെ ജീവിതത്തിൽ ഒരു സമാധാനമില്ല, സന്തോഷവുമില്ല, ആർക്കും പ്രയോജനമില്ല. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ പ്രശ്നം പാപമാണ്. പാപത്തെ പരിഹരിക്കാൻ പാപമില്ലാത്ത ഒരാൾക്ക് മാത്രമേ പരിഹരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വ്യക്തി ഉലകത്തിലില്ല. അങ്ങനെ ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശുവാണ്. ആ യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ. ഞാൻ ഇഞ്ചക്കുണ്ടിലെ പള്ളിയിൽ, കത്തോലിക്ക പള്ളിയിൽ കുരിശും മധുമാതായും ഉൾപ്പിറ്റും പ്രസംഗപീഠം എല്ലാം പണിതിട്ടുള്ളത് എന്റെ അളിയനും ഞാനും കൂടിയാണ്. അപ്പൊ ദുഃഖവെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ എന്റെ ഭാര്യയ്ക്ക് കൊടുക്കും. ഈ പെസഹ ഇതൊക്കെ കഴിയുമ്പോ ഞാൻ നിനക്കൊരു നല്ല സാരി വാങ്ങിച്ചത്. അതുകൊണ്ട് ഞാൻ രാവിലെ രാത്രി മുഴുവനും കന്നാസ് വിളക്കും മണ്ണെണ്ണ വിളക്കും വെച്ച് പട്ടിക കൊണ്ട് കുരിശുണ്ടാക്കി ഭാര്യയുടെ കൊടുക്കും. ഒരു ടിന്നിൽ
കറുത്ത പെയിന്റും കൊടുക്കും, കരിയോയും. അപ്പൊ ചകിരി ചതച്ചിട്ട് അവള് ഞാൻ വൈകിട്ട് വരുന്നിടം വരെ ഈ കുരിശ് കറുത്ത പെയിന്റ് അടിച്ച് വെയിലത്ത് വെച്ച് ഉണക്കുക എന്നുള്ളതാണ്. 180, 100, 120 കുരിശ് ഇവിടുത്തെ പണി. പിറ്റേ ദിവസം അവരുടെ കയ്യിൽ നിന്ന് കുരിശ് എന്നുള്ള പൈസ ഞാൻ മേടിച്ചുകൊണ്ട് ഞാൻ പോയിട്ട് നല്ല റാക്കടിച്ചുകൊണ്ട് കുരിശ് അവര് കുരിശും ചുമന്നുകൊണ്ട് കത്തോലിക്കര് കരഞ്ഞുകൊണ്ട് പോകുമ്പോ റാക്കടിച്ച് റോഡിന്റെ അപ്പുറത്തോട്ട് കിറങ്ങി ഞാൻ വീട്ടിലേക്ക് പോകുക. ഇതെന്തൊരു പുകിലാണ് സംഭവിച്ചായിരുന്നു. മണിക്കൂറുകൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റ് പോകുകയല്ല ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ട്രാക്ട് കിട്ടുന്നതും. ഈ ട്രാക്ട് ഞാൻ വായിച്ചതിന് ശേഷം ചുട്ടിക്കുട്ടി വലിച്ചതും എന്റെ വിചാരം രാത്രി ആത്മഹത്യ ചെയ്യുക എന്നുള്ളതാണ്. പണിക്കാരെ വിളിക്കാറില്ല. കാരണം പണിക്ക് വിളിച്ച ഉത്തരം കേട്ടണം, പണിക്കാരെ വിളിച്ചോ, ഓട് മേയണം, കുറെ അയൽക്കാരെ വിളിച്ചോ എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ തല പൊന്നു തരാം. പിന്നെ ഉടമസ്ഥൻ കുറെ ചെറുനാരങ്ങായോ കുറച്ച് തൈരോ മോരോ കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് എന്റെ തലയെ തേച്ച് കുളിപ്പിച്ചെടുത്ത് സുബോധമുള്ളവനാക്കി പോയ ഒളിയും കൊണ്ടുകൂടി അവര് ചുമക്കണം. അവരുടെ പിന്നാലെ ഡോക്ടർമാര് പോകുമ്പോൾ അവരുടെ ഉപകരണം അവരാണല്ലോ, രോഗിയാണല്ലോ കൊണ്ടുപോകുക. ഇതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ വടക്കേ ഭാഗത്തെ കോടി അവിടെ, ഇപ്പുറത്തെ കോടി ഇപ്പുറത്ത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബോധം കെട്ട് വീണ് കഴിഞ്ഞാൽ അന്ന് ബാക്കിയുള്ള കഴുക്കോല് വെക്കുന്നത് നടക്കില്ല. അത് കാരണം പിന്നെ ആ ആശാരി വിളിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് പണിക്കുവാരെ വിളിക്കാതെ പിന്നെ വാറ്റും ഉപകരണങ്ങളും വാറ്റുവെപ്പിനും ഒക്കെ മാത്രമായിരുന്നു എന്നത്. പ്രിയമുള്ളവരെ, ചുരുക്കി പറഞ്ഞാൽ ആ ട്രാക്ട് ഞാൻ ചുരുട്ടിക്കൂട്ടി വലിച്ചെറിഞ്ഞെങ്കിലും ഞാനിങ്ങനെ തേക്കാത്ത വിദ്യ ചാരിയിരിക്കുക. ഭാര്യ അയൽവക്കത്തെങ്ങാണ്ട് പോയി കൊച്ചിനുള്ള പൊടിയരി കഞ്ഞി നമുക്ക് കൊടുക്കാൻ വേണ്ടി പോയാ. കുറെ കഴിഞ്ഞപ്പോ ആ ട്രാക്ടർ ചേട്ടൻ ഒന്ന് വായിച്ചു നോക്കുന്നു പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് മുട്ടുന്ന പോലെ എനിക്ക് തോന്നി. കുളിക്കാൻ നിൽക്കുമ്പോ ഈ മീൻ വന്ന് വീട്ടിൽ മുട്ടുമല്ലോ നമ്മുടെ നാട്ടിൽ. ഞാനത് തുറന്നു വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അതേ സന്ദേശം എന്നോട് സംസാരിക്കുന്ന പോലെ തോന്നി. വാസ്തവത്തിൽ ദൈവത്തിന് എന്നെ വേണമായിരുന്നു. പ്രൈസലോ, എന്റെ ഭാര്യയ്ക്ക് പ്രയോജനമുള്ളവനാക്കി മാറ്റുവാൻ, എന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരിമാർക്കും പ്രയോജനമുള്ളവനാക്കി മാറ്റുവാൻ, നാട്ടുകാർക്ക് പ്രയോജനമുള്ളതാക്കി മാറ്റുവാൻ, പോലീസിന്റെ തലവേദന മാറ്റുവാൻ, നാട്ടുകാരുടെ പ്രശ്നങ്ങൾ മാറ്റുവാൻ, എന്നെ ഉടച്ചു മാർക്കുവാൻ, പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റുവാൻ, ദൈവവചനത്താൽ വീണ്ടും ജനിപ്പിക്കുവാൻ, യേശു എന്ന ദൈവപുത്രനെ എന്റെ ഹൃദയത്തിൽ തരുവാൻ പിതാവായ ദൈവം തീരുമാനിച്ചത് കൊണ്ട് ദൈവത്തിന്റെ വചനപ്രകാരം ഒരു കടലാസ് എന്റെ അടുക്കൽ സ്വർഗത്തിൽ നിന്ന് തമ്പുരാൻ അയച്ചു. ഒരു പ്രയോജനമില്ലാതിരുന്ന എന്നെ പ്രയോജനമുള്ളവനാണ്. അതോടുകൂടെ സംഭവിച്ചത് 21 കൊല്ലക്കാലത്തെ പുകവലി ശീലത്തിന് തിരശീല വീണു. അതോടുകൂടെ 16 കൊല്ലക്കാലത്തെ നിരന്തരമായ മദ്യപാനത്തിന് തിരശീല വീണു. കേരളത്തിലെ 40-ലധികം പോലീസ് സ്റ്റേഷനുകളിലെ ഇരുമ്പഴികൾക്കോ പോലീസിന്റെ ചൂരപ്രയോഗം കൊണ്ടോ അവരുടെ ലാത്തി കൊണ്ടോ അവരുടെ അടി ഇടി കുത്ത് അസംബ്ലം കൊണ്ടോ ഇവിടുത്തെ ഇന്ത്യയുടെ ജയിലിന്റെ ഇരുമ്പഴികൾക്ക് മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല. യേശുവിന് മാത്രമേ എന്റെ ജീവിതത്തെ മാറ്റം വരുത്താൻ കഴിഞ്ഞുള്ളൂ. ഇവിടുത്തെ മന്ത്രതന്ത്രാദികൾക്ക്, യോഗയ്ക്ക്, മരുന്നിന്, ഇവിടുത്തെ ഉപദേശങ്ങൾക്ക്, കൊന്തയ്ക്ക്, കുരിശിന് എന്റെ ജീവിതത്തെ മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല. കർത്താവായ യേശുവിന് മാത്രമാണ് എന്റെ ജീവിതത്തെ മാറ്റം വരുത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്റെ അച്ഛനും അമ്മയും എനിക്കിട്ട പേര് MN ശശി എന്ന് തന്നെയാണ്. എന്നാൽ ആ പേര് ഇന്നും എന്റെ പേരിൽ ആ പേരാണ്. പക്ഷേ എന്റെ ആ ദുഷ്പേര് യേശു മാറ്റുവാനിടയായി. അതുപോലെ തന്നെ ഞാൻ മതം മാറുകയായിരുന്നില്ല. എന്റെ ദുഷ്ട മനസ്സ് മാറ്റി മാംസളമായ ഒരു ഹൃദയം എനിക്ക് തന്നു. സ്നേഹിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തന്നു. ക്ഷമിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തന്നു. സഹനത്തിന്റെ ഒരു ഹൃദയം എനിക്ക് തന്നു. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു താല്പര്യത്തിന്റെ ഹൃദയം എനിക്ക് തന്നു. പഴയ കല്ലായിട്ടുള്ള, വജ്രം പോലെ കടുപ്പമായിട്ടുള്ള, കാരിരുമ്പിന്റെ കടുപ്പമായിട്ടുള്ള എന്റെ ആ ഹൃദയത്തെ ഉടച്ചു വാർത്ത് കർത്താവായ യേശുക്രിസ്തു എനിക്ക് സ്നേഹിക്കുന്ന പുതിയ ഹൃദയം തന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഭാര്യയെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടൊന്നും അവള് വിശ്വസിച്ചില്ല. ഈ കാലം കുറച്ച് ദിവസത്തേക്ക് പാമ്പ് പോലെ പത്തി മടക്കി കിടപ്പുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ എറാത്തിന്റെ അടുത്ത് ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കാം. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇരിക്കുന്ന മുനിസിപ്പാലിറ്റി പോലെ ആയിരിക്കും. വെറ്റില മുറുക്കും, തുപ്പും, ബീഡിക്കുറ്റിയുടെ ഒരു അയ്യര് കളി, തീപ്പെട്ടിക്കുട്ടിയുടെ അയ്യര് കളി. മുനിസിപ്പാലിറ്റിയിൽ ഇന്നാണെങ്കിൽ ഒരു ജോലിക്കാരി വേണ്ടി വരും. ആ ചൂലും കൊട്ടയും കൊണ്ടുവന്നു. ഞാൻ വീണ്ടും ജനിച്ചതിന് ശേഷം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനങ്ങനെ ഇരിക്കുക.
അപ്പൊ മോളുണ്ട്, മോൾക്കന്ന് 3 വയസ്സ് പ്രായം ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ വിറക്കിയായിരുന്നു, കുടിച്ചില്ലെങ്കിൽ വിറയ്ക്കും നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഒരു 10 രൂപ, പഴയ ഒരു 10 രൂപയ്ക്ക് വിലയുണ്ട്. അപ്പൊ കൊച്ചിൻ്റെ കയ്യിൽ ഒരു 10 രൂപ കൊടുത്തിട്ട് എൻ്റെ അടുത്ത് കൊണ്ട് തരും. കൊച്ചടുത്തടുത്ത് വരാൻ പേടിയാ. കാലാന്നൊക്കെ ഇവിടെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ഇത് കാലനാണോ എന്ന് കൊച്ചിനും എൻ്റെ സ്നേഹം അറിയത്തില്ലല്ലോ. അടുത്തടുത്ത് വന്നിട്ട് പറഞ്ഞു, അടുക്കള നിന്നിട്ട് പറയാ, താൻ വേണമെങ്കിൽ പോയി കുടിച്ച് വിറച്ച് ചാകാതിരിക്കട്ടെ, പോയി വല്ല ചാരായം കുടിച്ച് എവിടെയെങ്കിലും കൊടുങ്ങ്. ഈ യേശുവിനെ കർത്താവിനെ ക്ഷുതമായി സ്വീകരിച്ച് പുള്ളിക്കാരിക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് 10 രൂപ ഒന്നും വേണ്ട. 10 രൂപ പോരാഞ്ഞിട്ടാ വീണ്ടും മുണ്ടൊക്കെ മുടക്കി കുത്തി അന്ന് മുണ്ട കുത്തുക. എനിക്ക് 10 രൂപ ഒന്നും വേണ്ട. എന്നാ വേണ്ട, ഇനി കൊണ്ടുപോകാൻ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കുടി നിർത്തി. പിന്നെ ഒരു പുണ്യാളം വന്നിരിക്കുന്നു കുടി നിർത്താൻ എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ടും വലിക്കുന്നില്ല, ചുമയ്ക്കുന്നുണ്ട്. നേരം വെളുക്കുന്ന വരെ ചുമക്കുകയൊക്കെ ചെയ്യും. അപ്പൊ കൊച്ചിനെ എൻ്റെ അടുത്ത് വിട്ടു. ഒരു ഉമ്മൻ തരാണെന്ന ഭാവേന കൊച്ചു വന്ന അച്ഛനൊരു ഉമ്മൻ തരിക. 3 കൊല്ലങ്ങൾക്ക് ശേഷം കണ്ട ഒരു ഉമ്മൻ തരാം. അപ്പൊ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, മണത്തു നോക്കാൻ പറ്റുന്ന പുള്ളിക്കകത്ത് CBI എടുക്കുന്നില്ല, വിളിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും പോയി എന്ന് പറഞ്ഞു. അങ്ങനെ അവള് ഒരു വചനം പറഞ്ഞില്ലേലും കുഴപ്പമില്ല, എനിക്ക് വന്നു പറയുന്നു. അപ്പോ ജനലിന്റെ അടുക്കളയുടെ സൈഡ് വഴിയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക, പുള്ളിക്കാരത്തി ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവർ 2 പേരും വരിക സൈക്കിളിന്. ഓമനക്കുട്ടൻ മാസ്റ്ററും GP വർഗീസ് മാസ്റ്ററും എന്നെ തേടി സൈക്കിളൊക്കെ ചവിട്ടി വൈകുന്നേരം വരിക. അവരുടെ കയ്യിൽ ഒരു സഞ്ചിയിൽ കപ്പയുണ്ട്, ഒരാളുടെ കയ്യിൽ കുറച്ച് മീനുണ്ട്. ഇതൊക്കെ ആയിട്ട് അവരിങ്ങനെ വരിക. അപ്പൊ പുള്ളിക്കാരത്തി ഇല്ലാത്ത സമയത്ത് അവർ വന്ന് ട്രാക്ട് തന്നിട്ട് പോകും. അല്ല, ഇവരിവിടെ വന്നിട്ട് വല്ല സദ്യ നടത്താൻ പോകണം, എന്താണ് ഇവരുടെ പരിപാടി, ആരാണിവർ? അങ്ങനെ റാത്തൊന്ന് പോലെ ഇങ്ങനെ റാത്തൊന്ന് എഴുതിപ്പെട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഈ സൗകര്യല്ലേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആര് പറഞ്ഞു? അല്ല, പുള്ളിക്കാരൻ പറഞ്ഞു. പുള്ളിക്കാരനെ എങ്ങനെ അറിയാം? ഞങ്ങൾ 2 ആഴ്ച മുമ്പ് ഇവിടെ വന്നായിരുന്നു. ശരി, ഇത് കപ്പയൊക്കെ പുഴുങ്ങ് മീൻകറിയൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് പോകുന്നുള്ളൂ. ദൈവത്തോട് മൂർക്കമ്പാവിന് മാനസാന്തരം വന്നാലും ഈ മനുഷ്യന് മാനസാന്തരം വരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്നിട്ട് എൻ്റെ ഭാര്യയോട് അവര് പറഞ്ഞു, 2 ആഴ്ച 3 ആഴ്ച മാറ്റം വന്നിട്ടുള്ളൂ. നേരത്തെ അവർ പറഞ്ഞു, യേശുക്രിസ്തു മതസ്ഥാപകനല്ല, യേശുക്രിസ്തു സത്യാന്വേഷിയല്ല, യേശുക്രിസ്തു തീർത്ഥാടകനല്ല, യേശുക്രിസ്തു യോദ്ധാവല്ല, യേശുക്രിസ്തു ആധ്യാത്മിക വിപ്ലവകാരിയല്ല, യേശുക്രിസ്തു പടുപാപികളെ രക്ഷിക്കുവാൻ വേണ്ടി ലോകത്തിലേക്ക് വന്ന് കാൽവറിയിലെ ക്രൂശിൽ മാനവർഗത്തിന് വേണ്ടി ബലിമരണം മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന മാനവർഗത്തിന്റെ രക്ഷകനാണ് കർത്താവായ യേശുക്രിസ്തു. ആ രക്ഷകനായ യേശുവിനെ നിങ്ങളുടെ ഭർത്താവ് ശശിയേട്ടൻ ഒരു സന്ധ്യാസമയത്ത് യേശുവിനെ കർത്താവ് രക്ഷിതാമായി സ്വീകരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റം വന്നു. ആ വിപ്ലവകരമായ മാറ്റമാണ് വീടിവലി മാറിയത്, കള്ളുകുടി മാറിയത്, തെറിപറച്ചിൽ മാറിയത്, ഗുണ്ടായിസം മാറിയത് ഒക്കെ അതുകൊണ്ടാണ്. ഇന്ന് അദ്ദേഹം മരിച്ചാൽ സ്വർഗത്തിൽ പോകും. ഇത് തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായിട്ട് ദൈവദാസന്മാർ പറഞ്ഞു കേൾപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കീറിപ്പറഞ്ഞ തോർത്ത് തലയിലിട്ടുകൊണ്ട് ഈ പുള്ളിക്കാരത്തി പറയുക, അത് വാസ്തവത്തിൽ ശരിയാണ്. എന്നാൽ ഇദ്ദേഹത്തെ രക്ഷിച്ച് യേശുക്രിസ്തുവിനെ എനിക്കും വേണം. പ്രൈസ് ദി ലോർഡ്. അവൾ കൈകൾ കൂപ്പി കരഞ്ഞുകൊണ്ട് അവര് പറഞ്ഞു കൊടുത്ത റോമാലേഖനത്തിലെ വാക്യം, വിദ്യാഭ്യാസമില്ല എന്റെ ഭാര്യയ്ക്ക്, യേശുവിനെ കർത്താവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ചു. എന്റെ പ്രിയമുള്ളവരെ, അവൾ പറയുക, എന്റെ ദേഹത്ത് ആവി പറക്കുന്നത് പോലെ തോന്നി. യേശുക്രിസ്തു അവളുടെ ഹൃദയത്തിൽ. ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിതം ആരംഭിച്ചു. 92-ൽ യേശുവിനെ സ്വീകരിച്ചതിന് ശേഷം 6 മാസം കഴിഞ്ഞപ്പോ കോടാലി ചർച്ച്, ഞങ്ങൾ ചർച്ചിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു പാലമുണ്ട്, അതിന് തൊട്ടതാഴെ തോട് ഒഴുകുന്നുണ്ട്, കുവാലിത്തോട്. അവിടെ പോയി സ്നാനപ്പെട്ടതിന് ശേഷം 92-ൽ കർത്താവിന്റെ വേലയ്ക്കുള്ള വിളി തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നിൽക്കുന്നുണ്ടായി. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവരെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവേലയ്ക്കുള്ള വിളി ഉണ്ടായി. ആ വിളി അനുസരിച്ച് ഞാൻ എവിടെ പോയി പഠിക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ തൃശ്ശൂർ ചർച്ച് ഓഫ് ക്രൈസ്റ്റിൽ നിന്ന് PD മാത്തുണ്ണി പാസ്റ്റർ അദ്ദേഹം ഒരു പ്രോസ്പെക്ടസ് അയച്ചു തന്നു. കോടാലിക്ക് 10 പ്രോസ്പെക്ടസ് അയച്ചു തന്നു. ദൈവവേലയ്ക്ക് സമർപ്പണമുള്ളവർക്ക് മാത്രം 3 കൊല്ലം പഠിപ്പിച്ചവരുടെ ഭക്ഷണകാര്യങ്ങൾ ക്രമീകരിച്ച് അവരുടെ വീട്ടിൽ അരിയും മേടിച്ചു കൊടുത്തുകൊണ്ട്
അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി 10 വേലക്കാരാക്കി മാറ്റുന്നതിന് വേണ്ടി അമേരിക്കയിലെ ഒഗായോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു സായിപ്പ് ഒരു ഫണ്ട് അയച്ചിരിക്കുന്നു. ആ ഫണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. അങ്ങനെ പ്രോസ്പെക്ടസിൽ ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ ഞാൻ തൃശ്ശൂർ പോയി. തൃശ്ശൂർ ജില്ലയിൽ കൊണ്ടാഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഷാലോം തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ താമസിച്ചുകൊണ്ട് 3 കൊല്ലം ദൈവവചനം പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പായിപ്പാട് തമ്പിപ്പാസ് എന്ന് പറയുന്ന ഒരാൾ പുറത്തിറക്കിയ കറസ്പോണ്ടൻസ് കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. ആ കോഴ്സിൽ നിന്നും എനിക്കൊരു പ്രോസ്പെക്ടസ് അയച്ചതാണ്. അങ്ങനെ അവിടെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ തന്നെ ഇതും വീട്ടിലിരുന്നുകൊണ്ട് പഠിച്ച് അത് ക്വസ്റ്റ്യൻസ് എഴുതിയാണ്. ആ കൊല്ലം എനിക്കൊരു മെഡൽ അയച്ചു തന്നു. ഒരു ഹൈന്ദവ മാർഗത്തിൽ നിന്ന് മുൻപോട്ട് വന്ന ഒരാൾക്ക് വചനത്തിൽ ഇത്ര ആഴമേറിയ നിശ്ചയമോ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് മെഡൽ അയച്ചത്. അങ്ങനെ 4 വർഷം ദൈവത്തിന്റെ വചനം പഠിച്ചതിന് ശേഷം ഇന്ത്യയിലെ 15 സ്റ്റേറ്റുകൾ സന്ദർശിക്കുവാനിടയായി. 15 സ്റ്റേറ്റുകൾ സന്ദർശിച്ചു വന്നപ്പോൾ എനിക്ക് എഴുതണം തോന്നി. അങ്ങനെ 3 വർഷത്തെ 3 വർഷവും 4 മാസവും എടുത്തുള്ള ഗവേഷണ ഗ്രന്ഥമാണ് എന്റെ കയ്യിലിരിക്കുന്ന ചാൾസ് ഡാർവിൻ എന്ന് പറയുന്നത്. രാപകൽ 3 വർഷവും 4 മാസവും അതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. 100 ആളുകൾ രക്ഷിക്കപ്പെട്ടു വന്നു. 40 പേരെ ഞാൻ തന്നെ സ്നാനപ്പെട്ടു. എന്റെ ആഗ്രഹം കർത്താവ് ഏൽപ്പിച്ച 6ഓളം കൃപാവരങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. കൺവെൻഷന് പ്രസംഗിക്കാം, വ്യക്തികളോട്. എന്റെ കയ്യിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ തൽക്കാലം രക്ഷപ്പെട്ടു പോയാൽ ഒന്നെങ്കിൽ യേശുവിനെ കർത്താവായി സ്വീകരിക്കും, അല്ലെങ്കിൽ ദൈവം ഇല്ലെന്ന് പറയും. അത് ഇസ്ലാം പണ്ഡിതനായിക്കോട്ടെ, സ്വാമി ആയിക്കോട്ടെ, ആസാമി ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, വിഷയമില്ല. യുക്തിവാദം ഞാൻ പണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലായിരിക്കും. എന്നാൽ ഇന്ന് അതല്ല. ഏറ്റവും വലിയ ആശയം ഈ ബൈബിളാണെന്ന് ദൈവം പഠിപ്പിച്ചെന്നേ. മനുഷ്യനെ ഉടച്ചു വാർക്കുന്ന, പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന ജീവനുള്ള ഏക പുസ്തകമുണ്ടെങ്കിൽ അത് വചനമാണെന്ന് പഠിപ്പിച്ചു. 2021 ഒക്ടോബർ 12 എന്റെ ഭാര്യ ജാനകി അറ്റാക്കായിട്ട് മരിച്ചു. അവൾ നിത്യതയിൽ ശ്രമിക്കുകയാണ്. 2 മക്കൾ. മൂത്തത് അരുണിമ. അവള് BSc നഴ്സാകാൻ വേണ്ടി പഠിച്ചു. ദൈവമൊക്കെ സഹായിച്ചു. അവളുടെ ഭർത്താവ് നഴ്സാണ്, തിരുവനന്തപുരം കോവളംകാരൻ. 2 പേരും പ്രത്യാശയുള്ളവരാണ്. അവരിപ്പോൾ ബീഹാറിന്റെ ക്യാപിറ്റലായിരിക്കുന്ന റാഞ്ചിയിൽ താമസിച്ചുകൊണ്ട് അവിടെ ഒരു ആശുപത്രി ജോലി ചെയ്യുന്നു. അവർക്ക് ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തു. അവന്റെ പേര് ജോൺ ഡാനി എന്ന് പേരിട്ടു. അങ്ങനെ അവിടെയുള്ള സഭയിൽ പോയി എല്ലാ ഞായറാഴ്ചയും ദൈവത്തെ ആരാധിക്കുന്നു. അവരവിടെ വാടകയ്ക്ക് താമസിക്കുന്നു. മകളാണ് എനിക്ക് കൂട്ടായ്മയ്ക്ക് അയച്ചു തരുന്നത്. വേറെ വിശ്വാസത്താലല്ലാതെ നമ്മൾ കൊണ്ടുപോവുകയില്ല. അങ്ങനെയാണ്. ഇളയത് മകൻ അരുൺ. സ്വന്തമായി ഒരു വീട് ഇല്ല. 18ഓളം വാടക വീടുകളിൽ നാളിതുവരെ താമസിച്ചുകൊണ്ട് ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. താമസിച്ചുകൊണ്ട് അങ്ങനെ കർത്താവിന്റെ വേലയിൽ മുമ്പോട്ട് പോകുന്നു. കോടാലി ഇൻഡിപെൻഡന്റ് പെന്തക്കോസ്ത് ദൈവസഭയാണ് ഞങ്ങളുടെ ദൈവസഭ. അവിടെ നിന്നും ധാരാളം സ്ഥലങ്ങളിലേക്ക് പോയി ശുശ്രൂഷിക്കുന്നു. ഏത് ശുശ്രൂഷ ചെയ്താലും അത് ഫലകരമായിട്ട് തീരുകയാണ്. അതുകൊണ്ട് ഇവിടെയും കടന്നു വരിക. ഈ നിലയിൽ പരിശുദ്ധാത്മാവ് നടത്തിയത് ഈ സാക്ഷ്യത്തിലൂടെ അങ്ങോട്ടായിരിക്കാം. കാരണം വചനം ഇഷ്ടം പോലെ പറയാൻ വചനമാധ്യത്യമുള്ള ദൈവജന ശുശ്രൂഷിക്കാൻ കഴിവുള്ള ദൈവദാസനെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും വചനം പറയണം. അതിനുള്ള സമയം നമുക്കിപ്പോൾ ഇല്ലല്ലോ. ഏതായാലും ഇവിടെ വരുവാൻ, നിങ്ങളൊക്കെ കാണുവാൻ, ഇങ്ങനെ ഒരുമിച്ചായിരിക്കാൻ, വെറുതെ മാനുഷിക ബുദ്ധിയിൽ ഞാൻ വന്നു എന്ന് വിശ്വസിക്കുന്നില്ല. ദൈവം അയക്കാതെ ഒരാൾക്കും സഭയിൽ വരാനോ ഈ പുൾപിറ്റിൽ നിന്ന് ഞാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്റെ സാക്ഷി നിങ്ങളെ കേൾപ്പിക്കുവാനും നിങ്ങളുടെ സന്തോഷം എനിക്ക് അനുഭവിക്കാനും ഇടവരുന്ന നിലയിൽ അതുല്യമായ അപൂർവമായ ഒരു അനുഭൂതി നൽകുന്ന ഒരു കൂട്ടായ്മ, സ്വർഗീയ കൂട്ടായ്മ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ നൽകി അനുഗ്രഹിച്ചു. ഇനി കടന്നു വരുവാൻ ദൈവം എപ്പോഴെങ്കിലും അനുവാദം തരുന്നെങ്കിൽ വരുമ്പോൾ നല്ല ആഴമേറിയ വചനം ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. ഈ എളിയമണി ഓർത്ത് ഒരു ഭവനം, സ്വന്തമായി ഒരു ചെറിയൊരു ഭവനം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പ്രായമൊക്കെ ആയി വരുമ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ പ്രത്യാശയോടുകൂടെ ചെറിയ കട്ടിൽ കാര്യങ്ങൾ കിട്ടി അവർക്ക് കിടക്കണം വിശ്രമിക്കണമെന്നില്ല. അതുകൊണ്ട് ചെറിയ ഭവനം, ഒരു 3 സെന്റ് സ്ഥലവും ചെറിയൊരു വീട് കിട്ടിയാലും മതി. പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഒരു വാച്ചില്ല. വാച്ചില്ലെന്ന് പറയുന്നത് മിക്കവാറും ഒരു എന്താ വാച്ചില്ലാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാച്ച് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം ബസ്സിലെവിടെയോ പോയി. ഞാൻ എപ്പോഴും എവിടെ നോക്കിയാൽ വാച്ച് നോക്കി ആണ് അങ്ങനെ
പ്രത്യേകം പ്രാർത്ഥിക്കുക. പുസ്തകത്തിന്റെ 2 കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് തരാം. ബഹുമാനപ്പെട്ട പോൾ മുത്തരത് പാസ്റ്റർ നേതൃത്വം കൊടുക്കുന്ന ടീം പ്രവർത്തനങ്ങളിൽ മിക്കവാറും സജീവമായിട്ട് ഞാനുണ്ടാകും. ഈ മാസത്തിൽ ഞാൻ സ്ഥലത്തില്ല, ജനുവരി സ്ഥലത്തില്ല, ഫെബ്രുവരി മുതലേ ഞാൻ സ്ഥലത്തോട് ബീഹാറിലൊക്കെ പോയിട്ടുണ്ടായിട്ടുണ്ട്. ഇളയവനായ എന്നെയും അരുണിനെയും മരുമകൻ്റെ പേര് ഡാനി, കൊച്ചിൻ്റെ പേര് ഞാൻ പറഞ്ഞത്, ഇത്രയും ഉൾപ്പെടുന്നതാണ് ഞങ്ങളുടെ കുടുംബം. ഞാൻ വേലയിൽ വർദ്ധിച്ചു വരുവാൻ പ്രാർത്ഥിക്കുക. ഞാൻ ഈ സഭയെ ഓർത്ത് എപ്പോഴും പ്രാർത്ഥിക്കാൻ കഴിയില്ല. ദൈവമുമ്പാകെ നമ്മൾ പ്രാവർത്തികമാക്കാൻ പറ്റാത്ത കാര്യം പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെല്ലാം ഓർക്കുന്നതായിരിക്കും. നിങ്ങൾ പറഞ്ഞ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ സഫലീകരിക്കട്ടെ. ദൈവനാമം